ചെറുപ്രായത്തിലൊക്കെ സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ അച്ഛമ്മ അല്ലെങ്കിൽ അമ്മ വിളിച്ചിരുത്തിയിട്ട് എല്ലാവരും മുടിയും വലിച്ച് മുകളിലേക്ക് വലിച്ച് കെട്ടി പായലൊന്നും അഴിഞ്ഞ് കിടക്കില്ല. എണീറ്റ് വരുമ്പോഴും നമുക്ക് ആ മുടിക്കെട്ട് അഴിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. സ്കൂളിൽ പോകണ നേരമാകുമ്പോഴേക്കും ആ മുടിക്കെട്ട് അഴിച്ച് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് വലിച്ച് മുറുക്കിയിട്ടാണ് അത് കെട്ടുക. ഇപ്പോഴത്തെ കുട്ടികളായാലും തള്ളാരായാലും ബെഡിൽ മുട്ടിയിട്ട് ഇങ്ങനെ അടിച്ച് വാരനുണ്ടാവും മൊത്തത്തിൽ. ആ കാലത്തൊക്കെ നമുക്കൊരു ദിനചര്യനത്. സന്ധ്യ ആകുമ്പോൾ കൈമുഖമൊക്കെ കഴുകി മേലിടുന്നവർ മേല് കഴുകി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അന്നൊക്കെ 3-5 മക്കളൊക്കെ ഉണ്ടാവും പെൺകുട്ടികൾ തന്നെ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഒരെണ്ണമുള്ളൂ. ആ ഒരെണ്ണത്തിനെ വിളിച്ച് മുടി കെട്ടാന്നാണ് ഞാൻ വേണ്ടി ചീർപ്പ് വയ്ക്കാൻ വരെ അവർ സമ്മതിക്കില്ല. എന്തായാലും അമ്മമാർക്ക് തന്നെ നേരമില്ല. അത് മുടിയൊക്കെ വലിച്ച് കെട്ടി നല്ല റിബൺ കൊണ്ട് വലിച്ച് മുറുക്കി കെട്ടും. നല്ല വളരുള്ള മക്കളെന്ന് പറയുമ്പോൾ അവർ എല്ലാവർക്കും സന്തോഷമാണ്. മുടി വളരാൻ വേണ്ടിയിട്ടില്ല ഇത് ചെയ്യുന്നത്. ആ ഒരു ഓർമ്മ. പിന്നെ അതുപോലെ തന്നെ സന്ധ്യ കഴിഞ്ഞ് പഠിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛമ്മമാരും അമ്മമാരൊക്കെ നമുക്ക് ഒരുപാട് നല്ല നല്ല കഥകൾ പറഞ്ഞു തരും അല്ലേ. ഇപ്പം ഏത് മക്കളാ കഥകൾ കേൾക്കാതിരിക്കുന്നത്? ഏതും അമ്മമാർക്ക് ആ കഥകൾ പറയാനുള്ള സമയം സീരിയൽ കാണാനും മറ്റുള്ളതിനൊക്കെയാണ്. പിന്നെ അല്ലെങ്കിൽ ഫോണിൽ ഓരോരോ കാര്യങ്ങൾ കാണാനൊക്കെയാണ് എല്ലാ അമ്മമാർക്കും മക്കൾക്കും നേരം. പണ്ട് എൻ്റെ അച്ഛമ്മയും എൻ്റെ അമ്മയൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞുള്ളത് ഓർമ്മയുണ്ട്. ഞങ്ങളിങ്ങനെ അമ്മയുടെ വായിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത് വെച്ചിട്ട് നോക്കിയിരിക്കും വായയിലേക്ക്. അത് വട്ടട്ടിരിക്കാനായിട്ട് മക്കളും ഉണ്ട് അന്നൊക്കെ അല്ലേ. ഇതൊരെണ്ണമുള്ളൂ. ആ ഒരെണ്ണത്തിൽ നമുക്ക് കഥ പറയാനും ഒന്നിനും നമുക്ക് നേരമില്ലാത്തൊരവസ്ഥയാണ്. കുട്ടികൾക്കും അതൊന്നും കേൾക്കാനുള്ള മനസ്സുമില്ല. ഇന്ന് എൻ്റെ കുഞ്ഞുമോൻ വന്നപ്പോൾ അമ്മമ്മ ഒരു കഥ പറഞ്ഞേന്ന് പറഞ്ഞിട്ട് അവൻ മലയാളം അറിയില്ലെങ്കിൽ അവൻ ആ ഉള്ള ദിവസം കൊണ്ട് ഒത്തിരി അമ്മമ്മ ബിഗ് എലിഫൻറ്റ്, ബിഗ് എന്താണ് പാരച്യൂട്ട്, ബിഗ് പെൻഗിൻ, ബിഗ് ലയൺ, കളി. അവന് മലയാളം അറിയാത്തതുകൊണ്ട് അവൻ ഒക്കെ ഒരിത്തിലേന്ന് അവൻ മലയാളം പഠിച്ചു. പിന്നുള്ളതൊന്നും അവന് പറയാനറിയാത്തതുകൊണ്ട് ഒരിത്തിലമ്മ ഒരു ബിഗ് എലിഫൻ്റ് ഉണ്ട്, ഒരു ബിഗ് ടൈഗർ ഉണ്ട്, എന്നിട്ട് എല്ലാത്തിനും കൂടി എന്നുള്ളത് മലയാളം അവന് കിട്ടുന്നില്ല. അപ്പോൾ അവൻ കലുപിള്ളിന്ന്. അപ്പം എങ്കിലും ആ കുട്ടിക്ക് അത് കേൾക്കാനും അത് പറയാനുള്ളൊരു മനസ്സ് അവന് ഞാൻ കണ്ടു. അവൻ്റെ അച്ഛനും വൈകിട്ട് അവൻ ഉറക്കാൻ കെടുത്തുമ്പോൾ കുറേ പുരാണ കഥകൾ അവന് പറഞ്ഞു കൊടുക്കും. ഈ കൊച്ചു കുട്ടിയാണെങ്കിലും അവന് ഒരുപാട് കഥകൾ അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കും. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ? ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ.